ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന മുന്നേറ്റ ജാഥയുടെ ഭാഗമായി ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂരിൽ വാർത്താ സമ്മേളനം സംഘടിപ്പിച്ചു. കുറുപ്പംപിടി സർവീസ് സഹകരണ ബാങ്കിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ ജാഥ ക്യാപ്റ്റൻ ജോസ് കെ മാണിയോടൊപ്പം ജാഥ അംഗങ്ങളും പങ്കെടുത്തു. എറണാകുളം ജില്ലയിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടി വികസന മുന്നേറ്റ ജാഥ പൂർത്തിയാക്കുമെന്ന് ജോസ് കെ മാണി അറിയിച്ചു. 16-ാം തീയതിയോടുകൂടി കേരള സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഈ യാത്ര കടന്നു പോകും. ഇതൊരു യാത്ര എന്നല്ലെങ്കിൽ ഒരു ജാഥ എന്നുള്ളതിനപ്പുറം, ഒരു വികസന മുന്നേറ്റ ജാഥ എന്നുള്ളതിനപ്പുറം കേരള സംസ്ഥാനത്തെ സാധാരണക്കാരുടെ ഒക്കെ മനസ്സും അവരുടെ ആശയവും ആഗ്രഹവും എന്താണ് എന്ന് മനസ്സിലാക്കിയ ഒരു ജനസമ്പർക്ക പരിപാടിയിലൂടെയാണ് നടത്തിപ്പോകുന്നത്. ഇപ്പോൾ തന്നെ ഈ പത്രസമ്മേളനം നടത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഹോളിൽ എല്ലാ മേഖലയിലുള്ള ജനവിഭാഗങ്ങളുമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തുകയുണ്ടായി. അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത ഒരു 5 വർഷത്തേക്ക് ഷോർട്ട് ടേമായും ലോങ് ടേമായും പദ്ധതികൾ ഏതൊക്കെയാണ് വേണ്ടത്, ഏതെങ്കിലും തരത്തിൽ ഇപ്പോഴുള്ള നിയമങ്ങൾ ഏതെങ്കിലും തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടോ, ആ തടസ്സം ഇപ്പോൾ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുമോ, ഇപ്പോൾ നടത്തിക്കൊണ്ടു പോകുന്ന പ്രോജക്റ്റുകൾ എല്ലാം വിജയത്തിലായോ, അതല്ലെങ്കിൽ എന്തെങ്കിലും അതിനകത്തൊരു മാറ്റമോ ഭേദഗതിയോ വേണമോ, ഇനി എന്തൊക്കെയാണ് സാമൂഹിക ഏതെങ്കിലും വിഷയങ്ങളുണ്ട് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടത്, ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അത് ക്രോഡീകരിച്ച് സർക്കാരിന് കൊടുത്ത് അടുത്ത 5 വർഷക്കാലം ഇത് കേന്ദ്രീകരിച്ച് വേണം നമ്മുടെ മാനിഫെസ്റ്റോയിൽ പോകാൻ എന്നുള്ള ഉദ്ദേശമാണ്. ഈ എക്സസൈസ് എന്ന് പറയുന്നത് വളരെ വളരെ പ്രയോജനകരമാണ് എന്ന അനുഭവത്തിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കാരണം 2016-ലും ഇതുപോലുള്ള യാത്ര നേതൃത്വം നടത്തി ആ വിവരങ്ങളെല്ലാം ചേർത്താണ് മാനിഫെസ്റ്റോയിൽ പ്രകടന പത്രികയിൽ ഞങ്ങൾ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത്. വികസന മുന്നേറ്റ ജാഥയ്ക്ക് എല്ലാ സ്ഥലങ്ങളിലും മികച്ച സ്വീകരണമാണ് ലഭിച്ചതെന്നും എന്നാൽ മതേതരത്വം തകർത്ത് വർഗീയതയെ വളർത്തുവാൻ ദേശീയ അടയാളങ്ങൾ ഉപയോഗിക്കുന്നു എന്നത് രാജ്യം വളരെ ഗൗരവമായി കാണേണ്ടതാണെന്നും അദ്ദേഹം അറിയിച്ചു. ഈ പോകുന്ന മേഖലകളിലെല്ലാം ആവേശകരമായ ഒരു പ്രതികരണമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചത്. അവിടെയുള്ള LDF പ്രവർത്തകർ മാത്രമല്ല, വളരെയധികം സാധാരണക്കാർ ഇതുമായി ബന്ധപ്പെടാത്ത ആളുകൾ പോലും വന്ന് കയറി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻഡിക്കേഷൻ ഒരു തുടർഭരണത്തിലേക്ക് ഈ സർക്കാർ ചെന്നെത്തും. അതാണ് ഞങ്ങൾ കാണുന്നത്. ഇപ്പോൾ നമുക്ക് ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനമായി എനിക്ക് പറയുവാനുള്ളത്, മതേതരത്വം തകർത്ത് വർഗീയത വളർത്തുവാൻ ദേശീയ അടയാളങ്ങളെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ദേശീയ അടയാളങ്ങളെ ഉപയോഗിക്കുകയാണ് മതേതരത്വം തകർക്കുവാനും വർഗീയതയെ വളർത്തുവാനും. മതപരമായ എതിർപ്പുകൾ കണക്കിലെടുത്ത് പതിറ്റാണ്ടുകളായി ഒഴിവാക്കി നിർത്തിയിരുന്ന ഭാഗം കൂടി പാടണമെന്ന്, അത് നമ്മളെ വന്ദേ മാതരം ആ ദേശീയ ഗീതത്തിൽ പാടണമെന്ന വ്യവസ്ഥ ഈ നമ്മളെ മതേതരത്വം തകർക്കുവാനും വർഗീയതയെ ഇളക്കി വിടുവാനും ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണുന്നത് ഇങ്ങനെ ഒരു തീരുമാനം, ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നപ്പോൾ ഈ അന്നത്തെ ആ സാമൂഹ്യ സാഹചര്യത്തിൽ അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ പറഞ്ഞത് പോലും രവീന്ദ്രനാഥ് ടാഗോറാണ്. അതിനോട് യോജിച്ചതാരാണ്? അതിനോട് യോജിച്ചത് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും BR അംബേദ്കറും എല്ലാവരും ഇവരെല്ലാം യോജിച്ചു. അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യസ്നേഹമോ വേണ്ടിയോ അല്ലെങ്കിൽ വന്ദേമാതരത്തിനോടുള്ള സ്നേഹമോ ഒന്നുമല്ല. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഒരു ധ്രുവീകരണം, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഭജനം അല്ലെങ്കിൽ ഇപ്പോഴുള്ള വിഭാഗീയത, അത് നമ്മുടെ ചില സമുദായങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന ഒരു വിഭജനം കൊണ്ടുവരിക എന്നതാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഒരു മതിൽ കെട്ടി അത്
അതിൻ്റെ ഇടയ്ക്ക് ഒരു രാഷ്ട്രീയ നേട്ടം നേടാൻ വേണ്ടിയിട്ട് കേന്ദ്രം നടത്തുന്ന ഓരോ തന്ത്രങ്ങളാണ്. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ഏറ്റവും പ്രധാനമായും കാണുന്നത്, ഇവിടെ ആ ദേശീയ ഗാനത്തിൻ്റെ ആ സ്റ്റേറ്റസ് പോലും മാറ്റുകയാണ്. ദേശീയ ഗാനം പതുക്കെ രണ്ടാമത്തെ തട്ടിലേക്ക് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ദേശീയ ഗീതം അതാണ് പാടേണ്ടത് എന്നുള്ള രീതിയിലേക്ക് വരികയും പതിറ്റാണ്ടുകളായി മാറ്റിവെച്ച ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തണം എന്നുകൂടിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ജാഥ അംഗങ്ങളായ കെ ശൈലജ ടീച്ചർ, പി ബിജു, പി സുനീർ, സാബു ജോർജ്, സുഭാഷ് പുഞ്ചക്കോട്ടിൽ, ഡോക്ടർ വർഗീസ് ജോർജ്, മാത്യൂസ് കോലഞ്ചേരി, ജി പ്രേംജിത്ത്, ഫ്രാൻസിസ് തോമസ്, ലത്തീഫ്, ബിനോയ് ജോസഫ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.